യോഗി സ്റ്റൈലിലാണ് രാജേഷ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറാണ്. യോഗി സ്റ്റൈലിൽ ഓരോ അനധികൃത കെട്ടിടങ്ങളും ഇടിച്ചു പൊളിച്ചു കളയും, അനധികൃത കയ്യേറ്റങ്ങൾ അവിടെ നിന്ന് തുടച്ചു നീക്കും. അതാണ് രാജേഷിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കോർപ്പറേഷൻ ഒഴിപ്പിച്ച ഏറ്റവും പുതിയ സാധനം ചേച്ചി ഏതാണെന്ന് കണ്ടല്ലോ. കണ്ടു അത് നമ്മുടെ മിനി സ്റ്റേഷനിൽ അല്ലേ, കോർപ്പറേഷനിലെ സിവിൽ സ്റ്റേഷനിൽ അനധികൃതമായി CPM പാർട്ടി ഓഫീസാക്കി വച്ചിരിക്കുന്ന ഒരു മുറിയാണ്. അവിടെ നിന്ന് CPM കൊടിതോരണങ്ങളൊക്കെ മാറ്റുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രിയൻ, ഇത് അവിടുത്തെ മാത്രം കാര്യമല്ല. ഈ കേരളത്തിലെ 14 ജില്ലകളിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ എവിടെയൊക്കെ ഇവർ അധികാരത്തിലിരിക്കുന്നു അല്ലെങ്കിൽ ഇരുന്നിട്ടുണ്ട് എന്നുള്ള സ്ഥലങ്ങളിൽ എല്ലാം തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് ഇവർ പോകാറുള്ളൂ. ഒരു ക്ലെയിമാണ്. ചിലവരൊക്കെ കണ്ണടയ്ക്കും. പക്ഷേ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി സതീശന് അത് ഡിലിജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം മേയറണ്ണൻ തമിഴ്നാടിനടുത്ത് കിടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം എന്നുള്ളതുകൊണ്ട് നമുക്ക് അണ്ണൻ തന്നെ ഒന്ന് വിളിക്കാം. അദ്ദേഹം ഇതിന് നേരെ ഒന്നും കണ്ണടയ്ക്കില്ല. അദ്ദേഹത്തിന് പ്രവർത്തിച്ച് പരിചയം മാത്രമല്ല, അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളുടെ കാശ് കൊണ്ടാണ് ഈ മിനി സിവിൽ സ്റ്റേഷൻ പണിതിരിക്കുന്നത്. അപ്പോൾ ഒരു പാർട്ടിക്ക് വേണ്ടി ഫ്രീ ആയിട്ടാണ്. അല്ലെങ്കിൽ വലിയ വലിയ ഇപ്പോൾ കൊച്ചിയിൽ തന്നെ മാർക്കറ്റ് കോംപ്ലക്സുകളൊക്കെ വരും. 1000 രൂപ 2000 രൂപയൊക്കെ ആയിരിക്കും അതിൻ്റെ വാടക. അത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് 10,000-നും 20,000-നും ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ ദല്ലാളുമാരുണ്ട്. ദല്ലാളുമാരാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ചുളുവിന് സ്ഥലങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്ത് 100 ഇരട്ടി വിലയ്ക്ക് അത് വാടക ഷീട്ടാക്കി അവർക്ക് സബ് കോൺട്രാക്റ്റ് പോലെ കൊടുക്കുന്നത്. എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനിലും ഇങ്ങനെയുണ്ട്. കോർപ്പറേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മേടിക്കുന്ന സ്ഥലങ്ങൾ പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ തൊഴിലാളി സംഘടനകളുടെ ഓഫീസായി മാറ്റുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ഡിവിഷൻ തന്നെ ഉണ്ടായിരുന്നു. അവിടെ വേണമെങ്കിൽ ഒരു എന്താ പറയുക, നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് ആക്കാമെന്നൊക്കെ പറഞ്ഞ് കുറേ നാൾ ഞാൻ എൻ്റെ പുറകെ നടന്നതാണ്. പക്ഷേ ഇവരുടെ ഒരു മിലിറ്റൻസിക്ക് മുമ്പിൽ അവസാനം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരൊക്കെ ഒപ്പിട്ടൊപ്പിട്ട് പറയുള്ളൂ. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. നമ്മുടെ മേത്ത് അധികാരമില്ല. ചൂണ്ടിക്കാണിക്കാം ഇന്ന സ്ഥലം അവൈലബിൾ ആണല്ലോ, ഇത് കോർപ്പറേഷൻ്റെ സ്ഥലമാണോ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കി തരേണ്ടത് ആരോഗ്യവകുപ്പും അല്ലെങ്കിൽ അതിൻ്റെ കൺസേൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. പക്ഷേ രാജേഷ് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയാമോ? എല്ലാ കൗൺസിലർമാരെയും ജനങ്ങൾ വിളിച്ച് അലേർട്ട് ചെയ്യും. ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ, മെമ്പറെ, കൗൺസിലറാണെങ്കിലും ജനങ്ങൾക്ക് മെമ്പറാണ് കേട്ടോ, മെമ്പറെ ഇവിടെ ഇങ്ങനെയുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി ന്യായം നടപ്പാക്കാൻ പോകുന്നു, നീതി നടപ്പാക്കാൻ പോകുന്നു, അവർക്ക് വേണ്ടി പണിതിട്ട സ്ഥാപനങ്ങൾ അവരുടെ ഉപയോഗങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നു. നേരത്തെ തന്നെ കൗൺസിലർ ശ്രീലേഖ മാഡം പറഞ്ഞല്ലോ, അവിടുത്തെ ഇപ്പോൾ തോറ്റുപോയി ചങ്ക് ബ്രോ അവിടുത്തെ മേയറായ പ്രശാന്ത് MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കെട്ടിടമാണെന്ന് പറഞ്ഞിട്ട് എത്രമാത്രം സൗകര്യമുള്ളൊരു സ്ഥലമാണ് വളച്ചു കെട്ടി പിടിച്ചിരുന്നത്. മൂന്നാറിലെ കാര്യം ഇപ്പം നമ്മൾ പുറത്തേക്ക് വരില്ലേ, CPI ആണ് ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ്. കിലോമീറ്റേഴ്സ് പ്രാസം ഒപ്പിച്ച് പറയാൻ നോക്കിയതാണ് കേട്ടോ. ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ്, കിലോമീറ്റേഴ്സ് എന്നും പറയാം, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഓഫ് ലാൻഡ് അവരുടെ പാർട്ടി ആസ്തിയിലേക്ക് മുതൽ കൂട്ടുവാൻ വേണ്ടിയിട്ട് അവർ വളച്ചെടുത്ത് പിടിച്ചത്. ഇപ്പോൾ സുരേഷ് കുമാറിൻ്റെ പുസ്തകം പുറത്ത് ഇറങ്ങാൻ പോകുന്നുണ്ട്. VS അച്യുതാനന്ദൻ്റെ ഒപ്പം നടന്നിരുന്ന VS അച്യുതാനന്ദനാണല്ലോ മൂന്നാർ കയ്യേറ്റത്തിന് മുമ്പിൽ നിന്ന് ഒരിടയ്ക്ക് വെച്ച് അതും ഫുൾ സ്റ്റോപ്പ് ഇട്ടു, അബ്രപ്റ്റായിട്ട് നിന്നു. കാരണം പാർട്ടി പറഞ്ഞു ഇത്രയൊന്നും വേണ്ട സഖാവിനെ ഞങ്ങൾ വീട്ടിലിരുത്തുന്നു പറഞ്ഞിട്ടുണ്ടാവണം. പിന്നെ അദ്ദേഹത്തിന് ചെയ്യുന്നതിനും പരിമിതി ഉണ്ടല്ലോ. പുറത്തുനിന്ന് നയിക്കുന്നത് അന്ന് ആ സമയത്ത് പിണറായി ആയിരുന്നു പാർട്ടി സെക്രട്ടറി അല്ലേ. പിണറായിക്ക് കാശിനെ കണ്ട ഒരു ഉളുപ്പില്ല, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജേഷിന് അങ്ങനത്തെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. 3 MLA-മാരും കൂടി ഉണ്ട്. പ്രിയൻ അറിഞ്ഞില്ലേ, നമുക്ക് ആദ്യമായിട്ട് BJPക്ക് നിയമസഭാ മന്ദിരത്തിനുള്ളിൽ ഒരു മുറി അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നു, 303 എന്ന് പറഞ്ഞ്. ഞാനിവിടെ കൊച്ചി കോർപ്പറേഷനിൽ ഇരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്കുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ മുറി എന്ന് പറഞ്ഞ് നല്ല എയർ കണ്ടീഷനൊക്കെ വെച്ച മുറിയുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു എന്നിട്ട്, ഇപ്പോൾ 6 പേരുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ മുറിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ 3 പേരുള്ള നിയമസഭാ സാമാജികർക്കായിട്ട് 303, നല്ല പേരല്ലേ. അങ്ങനെ ഒരു മുറി കൂടെ. കേരളം 3 അക്ഷരം, BJP 3 അക്ഷരം, NDA 3 അക്ഷരം, 3 MLA-മാർ, അവർക്ക് 303 തന്നെ അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ശുഭ ശകുനമായിട്ട് നമുക്ക് കണക്കാക്കാം.
3 MLA-മാരും കൂടെ അവിടെ നമ്മുടെ സംസ്ഥാന തലസ്ഥാനത്തിരിക്കുന്ന സാഹചര്യത്തിൽ രാജേഷിന് മേയർ എന്ന നിലയിൽ ജോലി വളരെ എളുപ്പമാവുകയാണ്. കാരണം എപ്പോഴും തലസ്ഥാനത്തിരിക്കുന്ന കോർപ്പറേഷൻ്റെ ചെയർമാന് ഭാരിച്ച ഉത്തരവാദിത്തമാണ്, മേയറിന് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ ആസ്ഥാനവും കൂടെ അതാണ്. ഇപ്പോൾ ഡൽഹിയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഡൽഹിയുടെ അസംബ്ലിയും അവിടെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഏത് സംസ്ഥാനം എടുത്താലും ഭാരിച്ച ഉത്തരവാദിത്തമാണ് മേയർ എന്ന നിലയിൽ രാജേഷിന്. അതോടൊപ്പം തന്നെ 3 MLA-മാരുള്ളതുകൊണ്ട് അവരുടെ സപ്പോർട്ടും കൂടെ കിട്ടും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഒന്നിൻ്റെ കാര്യമേ പുറത്തു വന്നുള്ളൂ. ശ്രീലേഖ മാഡം തന്നെ കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് ആക്കി. ഇനിയിപ്പോൾ ജനങ്ങൾ ഈ വാർത്ത അറിയുന്നതോടൊപ്പം ധാരാളം പട്ടികയായിട്ട് പുറത്തു വരും. ഇവിടെ നിന്ന് കൂടും കിടക്കയുമായിട്ട് ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ഇവരുടെ സാധനങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. അത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെയാണ് സംസാരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസിൻ്റെ അത് ഡിസ്മാൻഡിൽ ചെയ്തിട്ടില്ല. അവിടെ ഇരുന്ന് ക്ഷേമ ഭത്ത വിതരണം ചെയ്യുമെന്ന് ആലോചിച്ചു. രാത്രിയൊക്കെ ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരേ തൂവൽ പക്ഷികൾ, ഒരു വ്യത്യാസവുമില്ല. LDF-ഉം UDF-ഉം തമ്മിൽ നിന്ന് ഇപ്പോഴേ പ്രൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. 1 മാസം തികഞ്ഞിട്ടില്ല സതീശൻ അധികാരത്തിലേറ്റ്. പലരും പറയും ഒരു ഹണിമൂൺ പീരീഡിന് സമയം കൊടുക്കൂ. നിങ്ങൾ എന്തിനാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന് ഇങ്ങനെയെല്ലാം ദോഷൈക ദൃക്കുകൾ പോലെ നോക്കട്ടെ. അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സുതാര്യമായി നടപ്പാക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യൂ, എന്നിട്ട് സംസാരിക്കുന്നു. പക്ഷേ പല കാര്യങ്ങളും കാണുമ്പോൾ ഇവർ പോയ അതേ വഴിയിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട്, കുറച്ചും കൂടെ ശക്തമായിട്ട് UDF പോകുന്നതായിട്ടാണ് കാണുന്നത്. മലപ്പുറത്താണ് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നടന്നത്, അതും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ. അപ്പോൾ ഈ എറണാകുളത്താണെങ്കിൽ പോലും ഒരു വലിയ മാർക്കറ്റ് കേന്ദ്ര ഫണ്ടോടുകൂടി വന്നതാണ്. അതിൻ്റെ ഇനോഗ്രേഷൻ നടക്കുന്ന സമയത്ത് മാർക്കറ്റ് വളരെ ഇടുങ്ങിയതായിരുന്നു. പല പ്രശ്നങ്ങൾക്കും അവിടെ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു മാർക്കറ്റ് കോംപ്ലക്സ് വന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടോടുകൂടിയാണ് വന്നത്. പക്ഷേ നോക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ഹോർഡിങ് നോക്കുമ്പോൾ ഞങ്ങൾ NDA-യുടെ ആരുടെയും തലയില്ല, കേന്ദ്രമന്ത്രിമാരുടെ ആരുടെയും തലയില്ല. ഇങ്ങനെ അങ്ങ് പൊളിച്ചു വന്നു. പൈസ എവിടെ നിന്നും ചോദിച്ചാൽ എവിടെന്നോ വന്നു, ഞങ്ങളത് കണ്ടു, ഞങ്ങളത് പറിച്ചെടുത്തു, ഞങ്ങളത് കെട്ടി. ഇങ്ങനെയാണ് കേരളത്തിലെ കാര്യങ്ങൾ നടക്കുന്നത്. ഇതൊരു നല്ല തുടക്കം തന്നെയാണ്. ഒരു കോർപ്പറേഷൻ്റെ കെട്ടിടം എന്ന് പറയുന്നത് നിസ്സാര തുകയ്ക്കാണ് പലരും വാടകയ്ക്ക് എടുക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെ 1000 രൂപയ്ക്കൊക്കെയാണ് കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നത്. എന്നിട്ട് ചേച്ചി പറഞ്ഞതുപോലെ മറിച്ചു കൊടുക്കുന്നത് 10,000 രൂപയ്ക്കാണ്. ഇത് പാനേറയിലെ കഥ മാത്രമല്ല, പാളയം മാർക്കറ്റിലെ കഥ നമ്മൾ കണ്ടതാണ്. മാർക്കറ്റിനകത്ത് ഒരു ബിൽഡിങ്ങിനോട് ചേർന്ന് പിന്നെ അനധികൃതമായിട്ട് കെട്ടിവെച്ചിരിക്കുന്ന കടമുറികൾ. ഇത് ഒന്നാമത്തെ കാര്യം. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് കോർപ്പറേഷൻ്റെ ഭൂമികളിൽ പലതും, അതായത് ഓരോന്നായിട്ട് വീണ്ടെടുക്കാൻ പോവുകയാണ് എന്നാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് അറിയുന്ന വിവരങ്ങൾ. കോർപ്പറേഷൻ്റെ ഭൂമികൾ പുറമ്പോക്ക് പോലെ, എന്നാൽ പുറമ്പോക്കെന്ന് തോന്നില്ല, തൊട്ടടുത്ത് സ്വകാര്യ ഭൂമി ഉണ്ടായിരിക്കും, അതിനോട് ചേർന്നായിരിക്കും പുറമ്പോക്ക് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഭൂമിയിലേക്ക് പൊക്കിയിരിക്കുകയാണ് അനധികൃതമായ കയ്യേറ്റങ്ങൾ എന്നുള്ളതാണ്. പലയിടത്തും വഴിയില്ല, പലയിടത്തും ചെല്ലുമ്പോഴത്തേ ഓട അപ്രത്യക്ഷമാകും. ഇതെന്താ ഓട ഇവിടെ ഒന്ന് നിന്നോ? ഓടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ കണക്ട് ചെയ്ത് കെട്ടിയിരിക്കുന്നതാണ്. ഈ ഓടകൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും അപ്രത്യക്ഷമാകും. ചില ഭാഗങ്ങൾ റോഡിൻ്റെ നടുക്കകത്ത് കയറിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഞാൻ കാണുന്നതാണ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ പ്രിയൻ തിരുവനന്തപുരത്തെ കാര്യം പറയും, ഞാൻ ഇനി എറണാകുളത്തെ കാര്യം പറയാം. ഞാൻ BJP-യിൽ ആക്റ്റീവ് ആവുന്നതിന് മുമ്പ് ജേർണലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പനമ്പള്ളി നഗറിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ 36 കോടി രൂപ 10-20 വർഷം മുമ്പ് ഒരു ചെറിയ കാന, 300ഓളം മീറ്റർ ദൂരം പോകുന്നൊരു കാനയ്ക്ക് 36 കോടി രൂപ ADB-യുടെ വായ്പയായിട്ട് വേൾഡ് ബാങ്കിൻ്റെ വന്നിരിക്കുന്നു. ഞാൻ അതിൻ്റെ പുറകെ പോയി സ്വന്തം കണ്ടാൽ പ്രിയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടു. ഒരു കാനിങ്ങനെ വരുന്നു, പിന്നെ ഒരു കെട്ടിടം, കാനിങ്ങനെ വരുന്നു, പിന്നെ ഇങ്ങനെ കെട്ടിടം, അപ്രത്യക്ഷമായില്ല, കാനിങ്ങനെ പോവുക, കെട്ടിടത്തിനെ വലം വെച്ച് പോയി ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന് പിന്നെ നേരെ പോകുന്നു, നടുക്ക് കെട്ടിടം. പിന്നെ കാന അപ്രത്യക്ഷമായതിന് ശേഷം പിന്നെ ഈ 2-3 കെട്ടിടങ്ങളും കഴിഞ്ഞ് പുറകെ അത് പൊങ്ങി വരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അത് എൻക്രോച്ച് ചെയ്ത് കെട്ടിയിരിക്കുന്നു. അതെ, എപ്പോൾ എങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാവാണ്ടിരിക്കും? അപ്പോൾ എന്നോട് ആ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്ന് കളക്ടറോട് സംസാരിച്ചപ്പോൾ, അപ്പോൾ എനിക്ക് രാഷ്ട്രീയമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല, കളക്ടർ പറഞ്ഞ് പത്മജ ഒരു കാർ ഓടിച്ച് നടക്കുന്നുണ്ടല്ലോ, പത്മജ അധ്വാനിച്ച് കാശുണ്ടാക്കുന്നു, പെട്രോൾ വയ്ക്കുന്നു. ഇവിടെ ഇരിക്കുന്ന കൗൺസിലിന് എത്രയാണ് ഓണററി എന്നറിയാം. ഞാനിരുന്ന സമയത്ത് എനിക്കറിയാം 8,000 രൂപയാണ്. അതുകൊണ്ട് ഒന്നും നമുക്ക് നടക്കൂല. ഭർത്താവിൻ്റെ സഹായത്തോടെ ജീവിച്ചു പോയി. അപ്പോൾ ഒരു പുരുഷനായിരുന്നു അന്ന് അവിടുത്തെ കൗൺസിലർ, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാറിൽ, നല്ല വലിയ കാറിലാണ് വരുന്നത് കേട്ടോ, ഡീസൽ ഒഴിക്കണ്ടേ? അത് വെറുതെ വരുമോ?
എന്നോട് കളക്ടർ ചോദിച്ചാണ് പ്രിയൻ. അപ്പൊ ഇവരൊക്കെ കൂടെ അറിഞ്ഞിട്ടല്ലേ. കളക്ടർ വലിയ നല്ല ഡിലിജന്റ് ആയിട്ടൊരു ഓഫീസർ, ഇത്തിരി എൽഡേർലി ആയിരുന്നു. മേ ബി കൺഫേർഡ്, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, കൺഫേർഡ് ആയിരുന്നിരിക്കാം. പക്ഷേ ഇവരെല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയോട് കളക്ടർ അങ്ങനെ ചോദിക്കണമെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ നടക്കുന്നത്. എൻക്രോച്ച്മെൻറ്റുകൾ എല്ലാം അറിയാമല്ലോ. ഒരു പ്രശസ്തനായ നടൻ്റെ മകൻ്റെ വീടുണ്ട് പൻപള്ളി നഗറിൽ തന്നെ. അവിടെ വന്നിട്ട് ഒരു 3 സെൻറ്റോളം സ്ഥലം എൻക്രോച്ച് ചെയ്തെടുത്തിരിക്കുക. റോഡ് ഇവിടെ നിൽക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട് ആ റോഡ് ഇങ്ങനെ നേരെ വരേണ്ടതാണ് മെയിൻ റോഡിലേക്ക്. അതങ്ങ് അടച്ചു കെട്ടിയെടുത്തു. ചുറ്റിക്കറങ്ങി മെയിൻ റോഡിലേക്ക് വരാം. ഇപ്പുറത്തെ സൈഡിൽ ആൾക്കാർക്ക് പോകുന്നൊരു ചെറിയ റോഡിൻ്റെ മെയിൻ റോഡിലേക്ക് വരാനായിട്ട് അതും അടച്ചു കെട്ടിയെടുത്തു. ഇതിൻ്റെ മുഴുവൻ പേപ്പറുകളും എൻ്റെ അടുത്തുണ്ട്. എത്ര സ്ഥാപനങ്ങൾ ഞാൻ കൊണ്ടു കൊടുത്ത ആ സമയത്തൊക്കെ വലിയ വാർത്തയായിരുന്നു. പക്ഷേ എന്ത് നടന്നു? ഏതെങ്കിലും ഒരു അനധികൃതമായ ഒരു കയ്യേറ്റം ഒഴിപ്പിക്കുവാനായിട്ട് ഗവൺമെൻറ് മുൻകൈ എടുത്തിട്ടുണ്ടോ? ഈ സതീശൻ്റെ ഗവൺമെൻറ് എടുക്കില്ല. കാരണം ഈ വലിയ നടനെ ജനസമക്ഷം കൊണ്ടുവരാനായിട്ട് അവർക്ക് പറ്റില്ല. അദ്ദേഹം ഇരിക്കുന്നത് ഒരു ചാനലിൻ്റെ ഒരു മുൻ സർക്കാരിൻ്റെ ചാനലിൻ്റെ ചെയർമാൻ സ്ഥാനത്താണ് ഇരിക്കുന്നത്. ഞാൻ പേര് പറയൂല, മനസ്സിലാക്കിയാൽ എന്താണ് പ്രേക്ഷകരുടെ കഴിവ്, അത്രയും ഞാൻ പറയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും എന്ത് സംഭവിച്ചു? അപ്പോൾ CPM ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെയും ആൾക്കാരുകൾ എൻക്രോച്ച് ചെയ്ത് കയറിയിട്ടുണ്ട്. സതീശൻ്റെ ഗവൺമെൻറ്റിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെയും എൻക്രോച്ച്മെൻറ്റ് നടന്നിട്ടുണ്ട്. നമുക്ക് NDA സർക്കാരിന് ശ്രീ രാജേഷിന് ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഒരു തുടക്കമാവട്ടെ. കൂടെ 3 തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 2 പേരും, കൊല്ലം ജില്ലയിൽ നിന്ന് ഒരാളുണ്ട്. അവരുടെ സഹകരണത്തോടെ ആദ്യം അവിടെ തുടങ്ങട്ടെ. തലസ്ഥാന നഗരിയിലെ എൻക്രോച്ച്മെൻറ്റ് നേരത്തെ തുടങ്ങിയത് എങ്ങനെയാണ്? യോഗി സർക്കാരിനെ പോലെ ബുൾഡോസർ വേണമെങ്കിൽ ബുൾഡോസർ വരണമെന്നേ. ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഹാനികരമാകുന്ന കാര്യങ്ങൾ ബുൾഡോസർ വെച്ച് തകർക്കണം. എന്തുകൊണ്ട് വെള്ളക്കെട്ടുന്ന മാപ്രകൾ ചോദിച്ചതിൻ്റെ അവരുടെ മുഖത്തെ സന്തോഷം, എക്സൈറ്റ്മെൻറ്റ്, നിന്നെ പിടികൂടിയല്ലോടാ എന്നുള്ളൊരു മട്ടിലാണ് അല്ലേ. ഒരു മേയറോട് സംസാരിക്കുന്ന രീതിയിലല്ല അവർ സംസാരിച്ചത്. അങ്ങനെ ചെയ്യണമെങ്കിൽ അടുത്ത മഴക്കാലത്തിന് മുമ്പ് ബുൾഡോസർ വെച്ച് അനധികൃതമായി കാനയുടെയും മറ്റും മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന, അതായത് വെള്ളത്തിൻ്റെ ഫ്ലോ അതിന് വിരുദ്ധമായിട്ട് വെച്ചിരിക്കുന്ന എല്ലാം തന്നെ തച്ച് തകർക്കട്ടെ എന്നേ. അപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ കണിക പോലും ഉണ്ടാവില്ല. ഇപ്പോൾ ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്നു, അതിൻ്റെ ഒറിജിനൽ വിസ്തൃതി ഒന്ന് കണ്ടുപിടിക്കട്ടെ. പനമ്പള്ളി നഗർ എന്നോട് ഒരു മാന്യ വ്യക്തി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹമൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ഓടി വന്ന് ബുക്കൊക്കെ വലിച്ചെറിഞ്ഞ് ഈ തേവര പേരണ്ടൂർ കനാൽ പനമ്പള്ളി നഗർ എത്തുമ്പോൾ അതൊരു ചെറിയ വീതിയുള്ള തോടാണ്. സ്യൂവേജ് വെള്ളം പോകുന്ന പോലെയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്, കറുത്ത നിറത്തിൽ. അവിടെ ചാടി നീന്തി അവർ കളിക്കുമായിരുന്നു പണ്ട്. അദ്ദേഹത്തിന് 50-55 വയസ്സുണ്ടാവും. സ്കൂളിൽ പഠിച്ചിട്ട് 40 വർഷം മുമ്പ് ശുദ്ധജലമായിരുന്നു. അവിടെ കൂടെ വഞ്ചികൾ പോവായിരുന്നു. വീട് പണിയാനുള്ള മണലും ചരലും കട്ടയൊക്കെ ആയിട്ട് പോവുമായിരുന്നു. ഒരു മാന്യ വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട്, പനമ്പള്ളി നഗർ മെയിൻ റോഡിന് വില കുറവായിരുന്നു, ഇത് വാട്ടർ ഫ്രണ്ട് എന്നും പറഞ്ഞ് ഇരട്ടി വിലയ്ക്കാണ് മേടിച്ചത്. ഇപ്പം മൂക്ക് പൊത്തിയിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന്. എൻ്റെ മകൻ കുഞ്ഞായിരുന്നപ്പോൾ അവനിത് വല്ലാത്ത അസ്വസ്ഥത തോന്നിയിട്ട് ഒരു ഡോക്യുമെൻ്ററി പ്രിസർവ് ദ വേൾഡ് ഫോർ അസ് എന്ന് പറഞ്ഞ് ചെയ്തിരുന്നു. പോകോ അമേസിംഗ് കിഡിലേക്ക് അതിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്ക് പോലും ഇത് സ്യൂവേജ് വെള്ളമാണ് വരുന്നത്. എല്ലാ ബഹുനില കെട്ടിടങ്ങളുടെയും അല്ലെങ്കിൽ വീടുകളുടെയും സ്യൂവേജുകൾ തുറന്നു വിട്ടിരിക്കുന്നത് കാനയിലേക്കാണ്. അത് തന്നെ ഒരു പണിഷബിൾ ഒഫൻസ് അല്ലേ. പല സ്ഥലത്തും ആ കാന ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു മേയർ ഉണ്ടായിരുന്നു, പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സൗമിനി ജെയിനും ടോണി ചമ്മണിക്കും മുമ്പുള്ള മേയറാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, പനമ്പള്ളി നഗറിൽ അറ്റത്ത് വരുന്ന ഒരു ബ്രിഡ്ജുണ്ട്, അത് ഇതുപോലെയാണ്, ഡാം പോലെയാണ് കെട്ടിയിരിക്കുന്നത്. ആ ബ്രിഡ്ജും ഫ്ലോ തടസ്സപ്പെടുത്തുന്നത്, അതിനൊരു ഡൈനമൈറ്റ് വെച്ച് പത്മജ പൊട്ടിച്ചോളൂ. ഇതൊക്കെ പറയുന്നത് ഞാൻ പത്രപ്രവർത്തകയായിരുന്ന സമയത്താണ് ഞാൻ പറയുന്നത്. ധാരാളം വസ്തുതകൾ നമുക്കറിയാം. നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉള്ളൊരു സംവിധാനം ഇപ്പോൾ വന്നിരിക്കുന്നു മേയർ രാജേഷിലൂടെയും നമ്മളുടെ 3 നല്ല ഉരുക്ക് MLA മാരും വഴി. ഇനി നമ്മൾ കാണിച്ചു കൊടുക്കും, ജനജീവിതം സ്വൈര്യമാക്കും. നേരത്തെ പ്രിയൻ പറഞ്ഞ പോലെ 1000 രൂപയുടെ കടമുറി എടുത്ത് അറ്റാച്ച് ചെയ്ത് 100 സ്ക്വയർ ഫീറ്റിൻ്റെ കടമുറിയെ ഒരു 2000 സ്ക്വയർ ഫീറ്റാക്കി മറച്ച് വിൽക്കുന്ന പരിപാടി നടക്കില്ല. സ്വന്തം അടുത്ത് കിടക്കുന്ന ഭൂമി, അത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പനമ്പള്ളി നഗരത്തിന് പ്രമുഖ സിനിമാ നടൻ ചെയ്തിരിക്കുന്നതിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ കിട്ടിയതായിരിക്കാം. അങ്ങനെ അവിടെ റോഡായിരുന്നു ഞങ്ങൾക്കൊക്കെ അറിയാം. അതുപോലെ അറ്റാച്ച്മെൻറ്റ് പരിപാടികൾ നടക്കില്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് സുതാര്യമാക്കി പഴയ നിലയിലേക്ക് ആക്കുവാനുള്ള ആർജവം ശ്രീ മേയർ രാജേഷിനുണ്ട്. അവിടെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്.
നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.